കഥയെ ആരംഭിക്കുന്നത് റെയിൽവേ സ്റ്റേഷനിൽ കരഞ്ഞുകൊണ്ടിരിക്കുന്ന സത്യ എന്ന പെൺകുട്ടിയെ പരിചയപ്പെടുത്തിക്കൊണ്ടാണ്. സത്യ അന്നവിടെ അങ്ങനെ ദുഃഖിച്ചിരിക്കുവാൻ ഒരു കാരണമുണ്ട്. അവളേറെ സ്നേഹിച്ചിരുന്ന രാജു എന്ന അവളുടെ കാമുകൻ അവളുടെ വാക്ക് ധിക്കരിച്ച് ബോട്ടിൽ പോയിരിക്കുകയാണ്. അവിടെ ഇരുന്ന അവൾക്ക് രാജു അപകടത്തിൽപ്പെടുന്ന തരത്തിലുള്ള കുറെ ഓർമ്മകൾ ഉള്ളിലേക്ക് ഓടി വന്നു. അവളങ്ങനെ വിഷമിച്ചിരിക്കുമ്പോ അങ്ങോട്ടേക്ക് സത്യയുടെ അച്ഛൻ ഓടി വന്നിരുന്നു. അവളെ അദ്ദേഹം സമാധാനിപ്പിച്ച് വീട്ടിലേക്ക് കൊണ്ടുപോയി. വീട്ടിൽ കുറെ ആലോചിച്ച സത്യ അച്ഛനടുക്കൽ തനിക്ക് മറ്റൊരു കല്യാണം നോക്കുവച്ച എന്ന് പറഞ്ഞു. സത്യയുടെ അച്ഛന് അത് ചെറിയൊരു ഷോക്ക് നൽകുന്നുണ്ട്. പക്ഷേ മകൾ പറഞ്ഞാൽ പറഞ്ഞതാണ്. അച്ഛനും ഉടനടി അതിന്റെ കാര്യങ്ങളിലേക്ക് കടന്നു. രാജുവിനോട് അത്രമേൽ സ്നേഹമുള്ള അവൾ എന്തിനായിരിക്കും അപ്പോൾ അങ്ങനെ ഒരു കല്യാണത്തിന് മുതിരുന്നത്? എന്തായാലും കണ്ടറിയാം. അങ്ങനെ സത്യ പറഞ്ഞതിന് പ്രകാരം അച്ഛൻ അവൾക്ക് വിവാഹം ആലോചിച്ചു. ഒരാൾ പെണ്ണ് കാണാൻ അവളെ തേടിയെത്തി. മുരളി എന്നായിരുന്നു അയാളുടെ പേര്. മുരളി സത്യയെ നോക്കിക്കണ്ടു. കണ്ട മാത്രയിൽ അയാൾക്ക് ഇഷ്ടമാവുകയും ചെയ്തു. സത്യയാണെങ്കിൽ മുരളിയെ ഒന്ന് നോക്കുന്നു പോലുമില്ല. കാണാതെ തന്നെ അവളും ഓക്കെ പറഞ്ഞു. പക്ഷെ പിന്നാലെ തനിക്ക് അദ്ദേഹവുമായി ഒന്ന് സംസാരിക്കണം എന്ന് സത്യ ആവശ്യപ്പെട്ടു. മുരളിക്കും ഓക്കെയായിരുന്നു. വൈകാതെ പരസ്പരം സംസാരിക്കാൻ അവർ അടുത്തുള്ള ശിവക്ഷേത്രത്തിന്റെ ഭാഗത്തേക്കെത്തി. അവിടെ എത്തിയതും മുരളി ചോദിച്ചു, എന്താ നിന്റെ വീട്ടുകാരെ നിന്നെ നിർബന്ധിച്ച് കല്യാണം കഴിപ്പിക്കാൻ നോക്കുന്നതാണോ? ഏയ് അതുകൊണ്ടൊന്നുമല്ല, എനിക്ക് നിങ്ങളെ വിവാഹം കഴിക്കാൻ സമ്മതമാണ്. പക്ഷേ അതിനു മുമ്പ് നിങ്ങളോട് ഒരാളെ പറ്റി എനിക്ക് പറയണം. രാജു കഥയെ അവിടെ നിന്നും ഒരു ഫ്ലാഷ് ബാക്കിലേക്ക് തിരിയുന്നു. സത്യയുടെ നാട് ഒരു മുക്കുവ ഗ്രാമമായിരുന്നു. അവിടെയുള്ള ജനങ്ങൾ പ്രധാനമായും ചെയ്യുന്ന തൊഴിൽ മീൻപിടുത്തമാണ്. ഒരു ഗ്രൂപ്പായിട്ടാകും കുറച്ചാളുകൾ ബോട്ടിൽ കടലിലേക്ക് പോവുക. കുറച്ചധികം നാളുകൾ ഉൾക്കടലിൽ മീൻ പിടിക്കുവാൻ അവർക്ക് ചിലവഴിക്കേണ്ടി വരും. ശേഷമാകും അവർ മടങ്ങിയെത്തുക. നിലവിൽ അവരുടെ നാട്ടിലെ പ്രധാന തണ്ടേൽ, അതായത് ക്യാപ്റ്റനായിട്ടുണ്ടായിരുന്നത് ചിത്ത എന്ന വ്യക്തിയായിരുന്നു. ചിത്തയുടെ കൂടെയാണ് ആളുകൾ ഇപ്പോൾ കടലിൽ പോകുന്നത്. ചിത്തയും ആളുകളും അന്ന് കടലിൽ പോയി മീൻ പിടിച്ച് മടങ്ങി വരുന്ന വഴിയിൽ അവരുടെ ബോട്ട് ഒരു കൊള്ളസംഘം ആക്രമിക്കുകയാണ്. ഉൾക്കടലിൽ നിന്നും കരയിലേക്ക് അടുത്തു തുടങ്ങിയിരുന്നു. മൊബൈലിന് റേഞ്ച് ചെറുതായി വന്നു തുടങ്ങി. അതേ ബോട്ടിൽ അന്നുണ്ടായിരുന്ന രാജു സത്യയെ വിളിക്കാൻ ശ്രമിക്കുകയായിരുന്നു. ഒടുവിൽ കുറെ ശ്രമിച്ച ശേഷം സത്യയെ രാജുവിനെ കണക്ട് ചെയ്ത് കിട്ടി. അവർ സംസാരിച്ചിരിക്കുമ്പോഴാണ് കൊള്ളക്കാർ ബോട്ടിലേക്ക് എത്തുന്നത്. കാര്യം മനസ്സിലായതും രാജു സത്യയോടൊന്ന് ഹോൾഡ് ചെയ്യാൻ പറഞ്ഞു. ശേഷം പ്രശ്നക്കാരായ ആളുകളുടെ മുമ്പിലേക്ക് ചെന്നു. പിന്നെ പറയണ്ടല്ലോ, അവിടെ നടന്നത് കനത്ത ഫൈറ്റ് തന്നെയായിരുന്നു. അങ്ങനെ കൊള്ളക്കാരെയും പ്രശ്നക്കാരെയും ഒക്കെ തുരുത്തി തങ്ങളുടെ ബോട്ട് രാജു സുരക്ഷിതമായി കരയ്ക്കെത്തിച്ചു. കഥയവിടെ നിന്നും രാജുവിന്റെയും സത്യയുടെയും പ്രണയത്തിലേക്ക് തിരിയുന്നു. ഏറെ തീവ്രമായ പ്രണയമായിരുന്നു ഇരുവരും തമ്മിൽ ഉണ്ടായിരുന്നത്. വൈകാതെ കൊണ്ടുവന്ന ബോട്ടിലെ മീനിന്റെ കച്ചവടം നടന്നു. സേട്ടുവിനാണ് വിൽക്കുന്നത്. സേട്ടു ആണെങ്കിലോ കുറച്ച് കൂർമ്മ ബുദ്ധിക്കാരനായിരുന്നു. മുഴുവൻ പണവും നൽകില്ല. പണമൊക്കെ കുറെ പിടിച്ചുവെച്ച ശേഷമേ അവർക്ക് കൊടുക്കുകയുള്ളൂ. മറ്റാർക്കും മീൻ കൊടുക്കാൻ പറ്റാത്ത അവസ്ഥയായതുകൊണ്ടും സേട്ടുവിനെ ഡിപ്പെൻഡ് ചെയ്യേണ്ടതുകൊണ്ടും ഒരെതിർ ശബ്ദം പോലുമില്ലാതെ അതങ്ങനെ തുടർന്നു വരികയായിരുന്നു. ബോട്ടിൽ നിന്ന് തിരികെയെത്തിയ രാജു സത്യയെ കാണുവാൻ ചെന്നു. അവർ തമ്മിൽ അത്രമേൽ പ്രണയത്തിലാണ് എന്നത് അവരുടെ പെരുമാറ്റം വ്യക്തമാക്കുന്നുണ്ടായിരുന്നു. അവർ നേരെ ലൈറ്റ് ഹൗസിന്റെ മുകളിലേക്ക് പോയി. അവിടെ കെട്ടിയിരുന്ന കൊടി പോലൊരു തുണി അഴിച്ചുമാറ്റി. രാജു കടലിൽ പോകുമ്പോൾ എപ്പോഴും അവനവിടെ ആ തുണി കെട്ടിവെക്കും. തിരികെ വന്ന ശേഷമേ അത് അഴിച്ചെടുക്കാറുള്ളൂ. സത്യ അവിടെ വെച്ച് രാജുവിനെ വാരിപ്പുണർന്നു. നാളുകൾക്ക് ശേഷം തന്റെ പ്രിയപ്പെട്ടവനെ കണ്ട സന്തോഷമായിരുന്നു സത്യക്ക്. രാജുവിന്റെ കുടുംബത്തെ പറ്റി പറഞ്ഞാൽ രാജുവിന് ആകെ അമ്മ മാത്രമേയുള്ളൂ. അച്ഛൻ മുമ്പ് മരണപ്പെട്ടു പോയതാണ്. നാട്ടിൽ വളരെ സൽപ്പേരുള്ള വ്യക്തിയായിരുന്നു രാജുവിന്റെ അച്ഛൻ. അദ്ദേഹവും ഒരു മുക്കുവനായിരുന്നു. അടുത്ത ദിവസം രാജുവും കൂട്ടുകാരും കടയിൽ ചായ കുടിച്ചുകൊണ്ടിരിക്കെ ചിത്ത അങ്ങോട്ടേക്ക് വന്നു. കാര്യമായി മദ്യവും മറ്റും ചിത്ത വാങ്ങുന്നുണ്ടായിരുന്നു. പതിവില്ലാതെ ചിത്ത അങ്ങനെ ചെയ്യുന്ന കണ്ട് എന്താ പറ്റിയത് എന്ന് രാജു തിരക്കി. ചിത്ത വേദനയോടെ കാര്യം പറഞ്ഞു. അവരുടെ തുറയോട് ചേർന്ന് മണൽ കടത്ത് നടത്തുന്നുണ്ട്. കടൽ തീരത്തെ മണലൊക്കെ കോരി കൊണ്ടുപോവുകയാണ്. തുറയിലെ കുറെ ആളുകളും അവിടെ ജോലിക്ക് പോകുന്നുണ്ട്. ഇങ്ങനെ തുടർന്നാൽ അവരുടെ തുറ തന്നെ ഇല്ലാതാകും എന്ന് പറഞ്ഞ് ചിത്ത അത് തടയാൻ പോയതായിരുന്നു. പക്ഷേ ചിത്തയെ അവിടുള്ളവർ അപമാനിച്ചു വിട്ടു. അതിന്റെ വേദനയിലായിരുന്നു ചിത്ത. രാജുവിന് ഇത് കണ്ട് വല്ലാതെ അരിശവും ദേഷ്യവും സങ്കടവും വരുന്നുണ്ട്. രാജു മണൽക്കടത്ത് നടത്തുന്നിടത്തേക്ക് മണ്ണെടുക്കുന്നിടത്തേക്ക് ചെന്നു. ഒട്ടും മടിച്ചില്ല. ചിത്തയെ അപമാനിച്ചു വിട്ടവനെ നല്ല രീതിയിൽ പെരുമാറി.
ശേഷം തീരത്തെ മണ്ണെടുത്താലുള്ള പ്രശ്നത്തെപ്പറ്റിയും മറ്റും എല്ലാവർക്കും ക്ലാസ് എടുത്തു കൊടുത്തു. രാജുവിന്റെ ഈ പ്രവൃത്തിയും തീരത്തോടുള്ള സ്നേഹവും തുറയോട് അവൻ കാണിക്കുന്ന കൂറുമെല്ലാം ചിത്തയ്ക്ക് വളരെ അഭിമാനവും സന്തോഷവും കൊടുത്തിരുന്നു. അന്ന് തിരികെ നാട്ടിലേക്ക് എത്തിയ ചിത്ത ഒരു അനൗൺസ്മെന്റ് നടത്തി. തനിക്ക് പ്രായമായി, തണ്ടേൽ സ്ഥാനത്ത് നിന്ന് താൻ മാറി നിൽക്കാൻ പോവുകയാണ്. അടുത്ത തണ്ടേലാവാൻ രാജുവിനെയാണ് ഞാൻ നിർദ്ദേശിക്കുന്നത്. രാജു തണ്ടേലാകുന്നത് അവിടെയുള്ള ഏവർക്കും അത്രമേൽ സന്തോഷമായിരുന്നു. രാജു തണ്ടേലായി തിരഞ്ഞെടുക്കപ്പെട്ടു. അതവിടെ ഒരു സെലിബ്രേഷനായി മാറി. പിന്നീട് സത്യയുടെ കൂട്ടുകാരിയുടെ കൊച്ചിന്റെ പിറന്നാളായിരുന്നു. എല്ലാവരും അതിൽ പങ്കെടുക്കാൻ പോയി. പക്ഷേ എന്തുകൊണ്ടോ സത്യയുടെ കൂട്ടുകാരി മാത്രം അത്ര സന്തോഷത്തിലായിരുന്നില്ല. സത്യ അവളോട് കാര്യം ചോദിച്ചു. അവൾ പറഞ്ഞു, നിന്റെ കല്യാണം കഴിയുമല്ലോ, അപ്പോ നിനക്ക് മനസ്സിലായിക്കോളും. അതെന്താ അങ്ങനെ പറഞ്ഞേ? സത്യ ചോദിച്ചു. സംഭവം എന്തെന്നാൽ ആ കൂട്ടുകാരിയുടെ ഭർത്താവും മത്സ്യത്തൊഴിലാളിയായിരുന്നു. കടലിൽ അവർ പോയി കഴിയുമ്പോ ഉള്ളിലൊരു ആദിയാണ്. എപ്പോ തിരിച്ചു വരും എന്നുള്ള ആദി. മരണക്കയമാണല്ലോ കടലായി മുമ്പിലുള്ളത്, അതിന്റെ ഭീതി. വിവാഹം കഴിച്ചു കഴിയുമ്പോ നിനക്കത് മനസ്സിലാകും എന്ന് പറഞ്ഞ് അവർ അവിടെ നിന്ന് മാറി. സത്യ ആ സമയം രാജുവിനെ ഒന്ന് നോക്കുന്നുണ്ട്. അടുത്ത ദിവസം രാജു കടലിൽ പോവാനൊരുങ്ങുകയായിരുന്നു. തണ്ടേലായിട്ടുള്ള രാജുവിന്റെ ആദ്യത്തെ യാത്ര. രാജു ലൈറ്റ് ഹൗസിന്റെ മുകളിൽ തന്റെ ആ കൊടി കെട്ടി. ദൂരെ നിന്നും സത്യ അത് നോക്കിക്കാണുന്നുണ്ട്. സത്യയുടെ കൂട്ടുകാരി അങ്ങനെ പറഞ്ഞതിൽ പിന്നെ സത്യക്കൊരു ആശങ്കയായിരുന്നു. രാജു കടലിൽ പോയതിൽ പിന്നെ അവൾ ടെൻഷൻ അടിച്ചിരിക്കാൻ തുടങ്ങി. ഫോൺ വിളിക്കാൻ നോക്കിയിട്ടും ഉൾക്കടലിലായതുകൊണ്ട് റേഞ്ച് ഇല്ലാത്തതുകൊണ്ട് കണക്ട് ആവുന്നേ ഉണ്ടായിരുന്നില്ല. കുറച്ച് ദിവസങ്ങൾ കടന്നുപോയി. ആ സമയത്താണ് നായികയുടെ സുഹൃത്തിന്റെ ചേട്ടൻ മരണപ്പെടുന്നത്. കടലിൽ മീൻ പിടിക്കാൻ പോയ വ്യക്തി ബോട്ടപകടത്തിൽ മരണപ്പെട്ട് മൃതദേഹം തിരികെ എത്തിച്ചിരിക്കുകയായിരുന്നു. അതുകൂടിയായപ്പോൾ സത്യയുടെ ഭീതി വർദ്ധിച്ചു. രാജുവിനും ഇങ്ങനൊക്കെ സംഭവിക്കുമോ എന്നവൾ വല്ലാതെ ഭയന്നിരുന്നു. അവളുടെ സങ്കടം അവളുടെ അച്ഛനും നോക്കിക്കണ്ടു. ഒരു ദിവസം അച്ഛൻ അവളോട് ചോദിച്ചു, എന്താ മോളെ, നിനക്ക് എന്തു പറ്റി? എന്താ ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുന്നേ? അച്ഛ, നമ്മുടെ തുറക്കാരൊക്കെ എല്ലാവരും കടലിൽ പോയി പണിയെടുക്കുന്നവരല്ലേ, അച്ഛൻ മാത്രം എന്താ കരയിൽ പണിയെടുക്കുന്നേ? മോളെ, ഞാനും ഒരു കാലത്ത് വലിയൊരു മത്സ്യത്തൊഴിലാളിയായിരുന്നു. തണ്ടലൊക്കെ ആകാൻ ആഗ്രഹിച്ച വ്യക്തിയാണ്. ഒരിക്കൽ കടലിൽ പോയി വന്നപ്പോ ഞാൻ അറിഞ്ഞത് നിന്റെ അമ്മ മരണപ്പെട്ടെന്നായിരുന്നു. നിന്റെ അമ്മയുടെ അടക്കിന് കൂടാനോ അമ്മയുടെ കുഴിമാടം പോലും ഏതെന്ന് തിരിച്ചറിയാനോ എനിക്ക് സാധിച്ചില്ല. നിന്നെ അത്രയും ദിവസം നോക്കിയത് മറ്റൊരു സ്ത്രീയായിരുന്നു. അന്ന് ഞാൻ ഉറപ്പിച്ചു, ഇനി എന്റെ മോളെ നോക്കി മോളുടെ കൂടെ ഒരു കുറവും വരാതെ എന്നും കൂടെ നിൽക്കുമെന്ന്. അതുകൊണ്ടാ താൻ കരയിൽ പണിക്ക് പോയത്. അധികം വൈകാതെ കടലിൽ പോയ രാജു ബോട്ടുമായി തിരികെ എത്തിയിരുന്നു. രാജു വന്ന് പിന്നീട് സത്യയെ കണ്ടു. പക്ഷേ സത്യയ്ക്ക് വലിയ സന്തോഷമുണ്ടായിരുന്നില്ല. അവളുടെ ഉള്ളിൽ ആ പേടി തളം കെട്ടിക്കിടന്നിരുന്നു. സത്യയെ സന്തോഷിപ്പിക്കാൻ രാജു പല കാര്യങ്ങളും ചെയ്തു. ഒന്നിലും സത്യ അങ്ങോട്ടേക്ക് ഹാപ്പിയാകുന്നുണ്ടായിരുന്നില്ല. ഒടുവിൽ രാജു ചോദിച്ചു, എന്താ നീ വല്ലാതിരിക്കുന്നേ? എന്താ കാര്യമെന്ന് വെച്ചാ പറ. സത്യ പറഞ്ഞു, രാജു, നീ ഇനി കടലിൽ പോവണ്ട. എന്താ ഇപ്പൊ പെട്ടെന്നിങ്ങനെ? ഞാൻ 10 വയസ്സുള്ളപ്പോ മുതൽ കടലിൽ പോവാൻ തുടങ്ങിയതാ. കരയിലുള്ളതിനേക്കാളും കൂടുതൽ കരുത്തനാ ഞാൻ കടലിലുള്ളപ്പോ. ഇപ്പൊ എന്താ പെട്ടെന്ന് ഇങ്ങനെയൊക്കെ? എന്താണെന്നൊന്നും എനിക്കറിയില്ല. പോവരുതെന്ന് പറഞ്ഞാ പോവരുത്. എനിക്ക് സത്യം ചെയ്തതാ, സത്യ രാജുവിനോട് പറഞ്ഞു. സത്യയെ വിഷമിപ്പിക്കണ്ട എന്ന് കരുതി രാജു സത്യക്ക് സത്യം ചെയ്തു കൊടുത്തു. പക്ഷേ സത്യം ചെയ്തു കൊടുത്തെങ്കിലും അധികം വൈകാതെ അടുത്ത മീൻപിടുത്ത ബോട്ടിലേക്ക് പോവാൻ ഗുജറാത്ത് തുറമുഖത്തേക്ക് രാജു യാത്ര തിരിക്കുകയായിരുന്നു. ആ വിവരം സത്യയെ അറിഞ്ഞു. സത്യ ഓടിപ്പിടിച്ച് റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തി. സത്യ വലിയ ദേഷ്യത്തിലായിരുന്നു. രാജു പോകുന്നതിന് മുമ്പ് രാജുവിനെ പിടിച്ചു നിർത്തി അവൾ ചോദിച്ചു, നീ എനിക്ക് സത്യം ചെയ്തു തന്നതല്ലേ? നിനക്ക് തണ്ടേലാകണോ അതോ എന്നെയാണോ വേണ്ടേ? ഏതാ വേണ്ടതെന്ന് നീ ഇപ്പൊ തീരുമാനിച്ചു? ഇങ്ങനെ പറയല്ലേ, എനിക്ക് തണ്ടേലുമാകണം, നിന്റെ കൂടെ നിൽക്കണം. അത് കേട്ടതും സത്യാകെ വല്ലാതായി. ഒന്നും മിണ്ടാതായി. എന്തെങ്കിലും ഒന്ന് പറയെന്ന് പറഞ്ഞ് രാജു സത്യയുടെ പിന്നാലെ ചെന്നു. സത്യൊന്നും മിണ്ടുന്നുണ്ടായിരുന്നില്ല. കുറച്ചു സമയം കടന്നുപോയി. സത്യ റെയിൽവേ ബെഞ്ചിലിരുന്നു. രാജു ആകട്ടെ ട്രെയിൻ പുറപ്പെട്ടപ്പോ തന്നെ വിശ്വസിച്ചു വന്ന ആളുകളെയും കൂട്ടി അവരുടെ നേതാവായി തണ്ടേലായിക്കൊണ്ട് ഗുജറാത്ത് തുറമുഖത്തേക്ക് പുറപ്പെടുകയാണ്. രാജു തന്നെ അങ്ങനെ വിട്ടുപോയത് സത്യയുടെ മനസ്സിനെ വല്ലാതെ ബാധിച്ചിരുന്നു. അവൾ വേദനയോടെ കരയാൻ തുടങ്ങി. ആ സമയത്തായിരുന്നു അവളുടെ അച്ഛൻ ഓടി വന്നതും അവളെ വീട്ടിലേക്ക് കൊണ്ടുപോയതും. ആ രംഗങ്ങളായിരുന്നു നമ്മൾ കഥാ തുടക്കത്തിൽ കണ്ടത്. കഥ പ്രസന്റിലേക്ക് തിരികെ വരുന്നു. നടന്ന കാര്യങ്ങളൊക്കെ സത്യ മുരളിയോട് പറയുകയായിരുന്നല്ലോ. മുരളി ചോദിച്ചു, പിന്നെന്തിനാ നിങ്ങൾ എന്നെ കല്യാണം കഴിക്കാൻ സമ്മതിച്ചേ? ഞാൻ ഇപ്പോഴും പറയുന്നു, നിങ്ങളെ വിവാഹം കഴിക്കാൻ എനിക്കൊരു കുഴപ്പവുമില്ല. പക്ഷേ എന്നെക്കാൾ വലുത് കടലാണെന്നും തണ്ടേലാവുന്നതാണെന്നും ഉദ്ദേശിച്ചല്ലേ അവൻ കടലിൽ പോയത്. അവൻ തിരികെ വരുമ്പോ ഞാൻ മറ്റൊരു വിവാഹം കഴിക്കാൻ പോകുന്നു എന്ന കാര്യം എനിക്ക് അവന്റെ മുഖത്ത് നോക്കി പറയണം. അതിനുശേഷമേ നമ്മൾ വിവാഹം കഴിക്കൂ. അത് സമ്മതമാണോ? സത്യ ചോദിച്ചപ്പോ കുഴപ്പമൊന്നുമില്ല എന്നായിരുന്നു മുരളിയുടെ മറുപടി. കഥ അവിടെ നിന്നും കടലിൽ പോയ രാജുവിനെയും രാജുവിന്റെ ബോട്ടും കാണിക്കുകയാണ്. കടൽ ഏറെ പ്രക്ഷുബ്ധമായിരുന്നു. ബോട്ട് തിരയിൽപ്പെട്ട് ആടിയുലയുന്നുണ്ട്. കൂട്ടത്തിലുള്ളവർ പലരും കടലിലേക്ക് തെറിച്ചു വീഴാൻ പോയപ്പോ രാജു അവരെ കഷ്ടപ്പെട്ട് രക്ഷപ്പെടുത്തി.
പക്ഷേ മറ്റൊരു ബോട്ട് വലിയൊരു അപകടത്തിൽപ്പെട്ടിരുന്നു. അതിലുള്ളവർ കടലിലേക്ക് വീണു. കടലിലേക്ക് ചാടിയ രാജുവാകട്ടെ കടലിൽ വീണ മത്സ്യത്തൊഴിലാളികളെ മുഴുവൻ വളരെ കഷ്ടപ്പെട്ട് രക്ഷപ്പെടുത്തിയെടുത്തു. ഒരു ജീവൻ മരണ പോരാട്ടം തന്നെയായിരുന്നു അത്. പിന്നീട് കുറച്ചു നാളുകൾക്ക് ശേഷം തുറയിലേക്കൊരു കത്ത് വന്നു. രാജുവിന്റെ അമ്മയ്ക്കായിരുന്നു കത്തെത്തിയത്. അവരാ കത്തുമായി സത്യയുടെ അടുത്തെത്തി. സത്യ കത്ത് തുറന്നു നോക്കി. അതിലെഴുതിയിരുന്ന വിവരം ഏവരെയും ഞെട്ടിക്കുന്നതായിരുന്നു. രാജുവും അവിടെ നിന്ന് പോയ തുറയിലെ മറ്റാണുങ്ങളും പാകിസ്ഥാനിൽ പെട്ടിരിക്കുന്നു. അറസ്റ്റ് ചെയ്യപ്പെട്ട് അവിടുത്തെ ജയിലിലാണെന്നായിരുന്നു. കഥ അവിടെ നിന്നും ഒരു ഫ്ലാഷ് ബാക്കിലേക്ക് നീളുന്നു. അന്ന് കടൽ പ്രക്ഷുബ്ധമായപ്പോ വലിയ അപകടമൊക്കെ സംഭവിച്ചിരുന്നല്ലോ. രാജു എവരെയും രക്ഷപ്പെടുത്തി. നിയന്ത്രണം വിട്ട ബോട്ട് അവരുടെ കൺട്രോളിൽ നിന്ന് തെന്നിമാറിയിരുന്നു. പിന്നെ അവർ കാണുന്നത് അവരെ ചുറ്റിവളയുന്ന പാകിസ്ഥാൻ നേവിയുടെ ബോട്ടുകളായിരുന്നു. അബദ്ധത്തിൽ കടൽ ബോർഡർ താണ്ടിയിരുന്ന ആ മുക്കുവ തൊഴിലാളികളെ അവർ തീവ്രവാദികളാണ് എന്ന് മുദ്രകുത്തി പാകിസ്ഥാൻ അറസ്റ്റ് ചെയ്തു. നിലവിൽ അവരിപ്പോ ജയിലിലാണ്. ജയിലിൽ ഇന്ത്യക്കാരായ അവർക്ക് ഒരുപാട് അപമാനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വരുന്നുണ്ടായിരുന്നു. ജയിലിൽ ഒരു ഭീകര സംഘടനയുടെ നേതാവുണ്ട്. അയാൾ അവരെ പിടിച്ചു നിർത്തി. അയാൾക്ക് അവരെ കൊണ്ട് സെല്യൂട്ട് അടിപ്പിച്ചു. പിന്നാലെ അവരോട് ദേശീയഗാനം പാടാൻ അയാൾ ആവശ്യപ്പെട്ടു. അവരുടെ കൂട്ടത്തിൽ ഒരു ചെറിയ പയ്യൻ ദേശീയഗാനം പാടാൻ തുടങ്ങിയപ്പോ മുന്നിലുള്ള ഭിത്തിയിൽ ഹിന്ദുസ്ഥാൻ എന്ന് എഴുതിവെച്ച് അയാൾ അതിൽ മൂത്രമൊഴിച്ച് അപമാനിച്ചു. രാജുവിന് അതൊക്കെ കണ്ട് വലിയ ദേഷ്യം വരുന്നുണ്ടായിരുന്നു. രാജു ബക്കറ്റിൽ വെള്ളം എടുത്തുകൊണ്ടുപോയി അത് മുഴുവൻ മാച്ചു കളഞ്ഞു. ശേഷം അയാളെ രൂക്ഷമായി നോക്കിക്കൊണ്ടിരിക്കെ അങ്ങോട്ടേക്ക് അവിടുത്തെ ജയിലർ കടന്നു വന്നു. ജയിലർ രാജുവിനെയും കൂട്ടരെയും അവിടെ നിന്ന് കൂട്ടിക്കൊണ്ടുപോയി. ജയിലർ അന്ന് അവരോട് സംസാരിച്ചു. നിങ്ങളല്ലാതെ ആ ഭാഗത്തേക്ക് പോകുമോ? അവർക്ക് എന്ത് ഭീകരരാണെന്നറിയാമോ? വെറുതെ ആവശ്യമില്ലാത്ത പ്രശ്നത്തിന് പോവണ്ട. ഇവിടെ നിന്ന് രക്ഷപ്പെട്ടു പോവാനുള്ള കാര്യങ്ങൾ നോക്ക്. അതിനുവേണ്ട പ്രവൃത്തികൾ ചെയ്യ്. ഇവനല്ലേ അവരെ തുറച്ചു നോക്കിയത്? രാജുവിനെ ചൂണ്ടി ജയിലർ ചോദിച്ചു. അതേയെന്ന് ചിത്ത മറുപടി പറഞ്ഞു. ഞങ്ങളുടെ തണ്ടയിലാണിവൻ. ഞങ്ങളുടെയൊക്കെ ജീവൻ രക്ഷിച്ചത് ഇവനാണ് എന്നൊക്കെ അദ്ദേഹം പറഞ്ഞപ്പോ ജയിലർ ഒരു മതിപ്പോടെ രാജുവിനെ നോക്കുന്നുണ്ട്. മുക്കുവരെ ജയിലിൽ നിന്നിറക്കാനുള്ള ശ്രമങ്ങളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. പത്രത്തിലൊക്കെ വാർത്തകൾ നിറഞ്ഞു. വീട്ടുകാർ ജയിലിലുള്ളവർക്ക് വേണ്ടി കത്തുകൾ പോലും എഴുതുന്നുണ്ടായിരുന്നു. പത്രക്കാർ ഫോട്ടോ എടുത്തപ്പോ സത്യയും പോയി നിന്നു. ആ ഫോട്ടോ ജയിലിലുണ്ടായിരുന്ന രാജുവിന്റെ അടുത്തെത്തി. രാജു ആ ഫോട്ടോ നോക്കിക്കണ്ടു. രാജുവിന്റെ അമ്മയും രാജുവിന് കത്തെഴുതിയിരുന്നു. കത്തെഴുതി കൊടുത്തത് സത്യയാണ്. സത്യ കത്തെഴുതുമ്പോ അവളുടെ കണ്ണുനീർത്തുള്ളി ലെറ്ററിൽ വീണിരുന്നു. രാജു അത് തിരിച്ചറിഞ്ഞു. സത്യ തന്നെ എത്രത്തോളം അതിൽ നിന്ന് മിസ് ചെയ്യുന്നു, സ്നേഹിക്കുന്നു എന്നെല്ലാം രാജുവിന് മനസ്സിലാവുന്നുണ്ടായിരുന്നു. ആ ഒരു സമയത്താണ് ഒന്ന് സംഭവിക്കുന്നത്. രാജുവിന്റെ കൂട്ടത്തിൽ ഒരു പയ്യനുണ്ടായിരുന്നല്ലോ. അവനെ പെട്ടെന്ന് കാണാതായി. അന്വേഷിച്ചു കണ്ടെത്തിയപ്പോ അവൻ മയങ്ങിക്കിടക്കുകയാണ്. എന്താ പറ്റിയതെന്ന് അവനോട് ചോദിച്ചു. വൈകാതെ കാര്യം വ്യക്തമായി. അവന്റെ ആ അവസ്ഥയ്ക്ക് പിന്നിൽ പ്രവർത്തിച്ചത് ജയിലിലുള്ള ഭീകരവാദി നേതാവാണ്. അയാളും സംഘവും അവനെ ഉപദ്രവിച്ചിരുന്നു. എല്ലാം മനസ്സിലായിട്ടും അവിടെ നിസ്സഹായ അവസ്ഥയിൽ ഒന്നും പ്രവർത്തിക്കാൻ പറ്റാതെ രാജു കഷ്ടപ്പെട്ട് നിൽക്കുന്നുണ്ട്. മത്സ്യത്തൊഴിലാളികൾ ജയിലിലായതുകൊണ്ട് തന്നെ അവരുടെ കുടുംബങ്ങൾ വളരെയധികം കഷ്ടപ്പെടാൻ തുടങ്ങി. വരുമാനം വീട്ടിലേക്ക് വരുന്നില്ലല്ലോ. ആ സമയത്താണ് സത്യ ഒന്ന് ആലോചിക്കുന്നത്. പണ്ട് രാജു പറഞ്ഞ കാര്യം അവൾക്ക് ഓർമ്മയുണ്ട്. മീനൊക്കെ കൊടുക്കുന്നത് സേട്ടുവിനാണ്. സേട്ടു എപ്പോഴും കുറച്ച് പണം പിടിച്ചുവെച്ച ശേഷം മാത്രമേ ബാക്കി പണം തരാറുള്ളൂ. അതുകൊണ്ട് തന്നെ ആ പണം കിട്ടിയാൽ കുടുംബങ്ങളുടെ അവസ്ഥ മാറുമല്ലോ എന്ന് ചിന്തിച്ച സത്യ നേരെ ഗുജറാത്തിലേക്ക് വെച്ചുപിടിക്കുന്നു. ഗുജറാത്തിലെത്തി അവൾ സേട്ടുവിനെ കണ്ടു. പക്ഷേ സേട്ടു പണം കൊടുക്കാൻ ഒരുക്കമായിരുന്നില്ല. സത്യ അവിടെ നിന്നും പുറത്തിറങ്ങി. എന്ത് ചെയ്യുമെന്ന് പോലും അറിയാതെ അവിടെ ഒരിടെ തിരിക്കാൻ തുടങ്ങി. ആ സമയമാണ് അവിടെയുള്ള ഒരു സിഖുകാരൻ അവളുടെ അടുത്തെത്തി എന്താ മോളെ ഇവിടെ ഇരിക്കുന്നത് എന്ന് തിരക്കുന്നത്. എല്ലാ കാര്യവും സത്യ അദ്ദേഹത്തോട് വിശദീകരിച്ചു. സത്യയുടെ കൂടെ അങ്ങോട്ടേക്ക് മുരളിയും വന്നിരുന്നു. വിവരമൊക്കെ മനസ്സിലായതും അദ്ദേഹം മത്സ്യത്തൊഴിലാളികളെയൊക്കെ വിളിച്ചു വരുത്തി. അവിടെ ഒരു സമരം തന്നെ സംഘടിപ്പിക്കുകയാണ്. സത്യ അതിന്റെ മുൻനിരയിലുണ്ടായിരുന്നു. പ്രശ്നം ആകെ വഷളാവുന്നു എന്ന് കണ്ടതും മറ്റ് സേട്ടുമാർ പണം കൊടുക്കാനുള്ള സേട്ടിന്റെ അടുത്തെത്തി. ചെറിയൊരു വിഷയമാ നീ ഇത്രയും വഷളാക്കിയത്. എന്താ വേണ്ടതെന്ന് വെച്ചാ ചെയ്തു കൊടുത്ത് വേഗം ഇത് പരിഹരിക്കണം എന്നവർ അയാളോട് പറഞ്ഞു. ഒടുവിൽ മുമ്പിൽ മറ്റു വഴികളില്ലാതെ സേട്ടു ആ പണം മുഴുവനും സത്യയുടെ കയ്യിൽ കൊണ്ടുകൊടുക്കുകയാണ്. തിരികെ നാട്ടിലേക്കെത്തിയ സത്യ ആ പണം ജയിലിൽ കിടക്കുന്ന 22 പേരുടെ കുടുംബത്തിനും വേണ്ടി വിതരണം ചെയ്തു. വിവരമൊക്കെ പത്രം വഴിയും മറ്റുമായി ജയിലിലുള്ള മുക്കുവരും അറിയുന്നുണ്ടായിരുന്നു. അവർക്കും അതൊക്കെ കേൾക്കുമ്പോ ഒരുപാട് സന്തോഷം തോന്നുന്നുണ്ട്. ഇതിനിടയിൽ ഇന്ത്യൻ എംബസി രാജുവിനെയും സംഘത്തെയും തിരികെ നാട്ടിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ടായിരുന്നു. പാകിസ്ഥാൻ കോർട്ടിൽ ഹാജരാക്കി അവരെ ഓഗസ്റ്റ്
15-ാം തീയതി സ്വാതന്ത്ര്യദിനത്തിന് മോചിപ്പിക്കാം എന്ന തരത്തിലേക്ക് തീരുമാനമെത്തി. മത്സ്യത്തൊഴിലാളികളേറെ സന്തോഷത്തിലായിരുന്നു. എല്ലാം നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഗവൺമെന്റ് കാശ്മീർ ബില്ല് കൊണ്ടുവരുന്നത്. കശ്മീരിന്റെ സ്വതന്ത്രാധികാരം എടുത്തു കളയുന്ന ഒന്നായിരുന്നു അത്. അതിനെ തുടർന്ന് പാകിസ്ഥാനിലും വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ ആരംഭിച്ചു. ഇതേ സമയത്തായിരുന്നു രാജുവിനെയും സംഘത്തിലുള്ളവരെയും ബസ്സിൽ കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. പാകിസ്ഥാനിലും പരക്കെ കലാപങ്ങളും പ്രശ്നങ്ങളും പ്രതിഷേധങ്ങളും അരങ്ങേറുന്നുണ്ടായിരുന്നു. ഒരു പ്രതിഷേധക്കാരുടെ ഇടയിലേക്ക് ആ ബസ് ചെന്നു. അതിലുള്ളത് ഇന്ത്യൻസ് ആണ് എന്ന് പ്രതിഷേധക്കാർ അറിഞ്ഞതും അവരെ ആക്രമിക്കാൻ പ്രതിഷേധക്കാർ തടിച്ചുകൂടി. തന്റെ കൂടെയുള്ളവരെ രക്ഷപ്പെടുത്താൻ രാജു അന്ന് ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്. തന്റെ നീണ്ട ശ്രമഫലമായി കൂടെയുള്ളവരെയൊക്കെ സാരമായ പരിക്കൊന്നുമേൽക്കാതെ രക്ഷപ്പെടുത്തി ഒടുവിൽ ജയിലിലേക്ക് തന്നെ രാജുവും സംഘവും മടങ്ങിയെത്തുകയാണ്. അവരുടെ ആ തിരിച്ചുവരവ് ജയിലറെ അതിശയിപ്പിച്ചിരുന്നു. ആ കലാപത്തിനിടയിൽ നിന്നും അവർ ഏതെങ്കിലും വഴിക്ക് പോയി രക്ഷപ്പെടും എന്നാണ് താൻ കരുതിയിരുന്നത് എന്ന് ജയിലർ പറഞ്ഞു. രാജു ഉടൻ മറുപടി കൊടുക്കുന്നുണ്ട്. ഞങ്ങളതിന് ഒരു തെറ്റും ചെയ്തിട്ട് ഇവിടെ വന്നവരല്ലോ സാർ. ഒളിച്ചോടിപ്പോവാൻ അബദ്ധത്തിൽ വന്ന് പെട്ടുപോയവരല്ലേ. നേരായ മാർഗത്തിലെ ഞങ്ങൾ പുറത്തു പോകൂ. അവരുടെ സത്യസന്ധതയും മറ്റും ജയിലറെ അതിശയിപ്പിക്കുന്നു പോലുമുണ്ട്. അങ്ങനെ ഓഗസ്റ്റ് 15 കഴിഞ്ഞിരുന്നു. ഭീകരവാദി നേതാവ് പതിവ് പോലെ ഇന്ത്യൻ തടവുപുള്ളികളെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതേ സമയം ആ ചെറിയ പയ്യൻ ഒരു ഇന്ത്യൻ ഫ്ലാഗ് കുത്തി അതിനെ സല്യൂട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അത് കണ്ട ആ പയ്യനെ കൈകാര്യം ചെയ്യാൻ ഭീകരവാദി നേതാവ് ആളെ വിട്ടു. അത്രയും നാൾ രാജുവൊക്കെ സഹിച്ചിരുന്നു. ഇനിയും സഹിക്കാൻ വയ്യ. രാജു അന്ന് മുന്നിട്ടിറങ്ങി. പിന്നെ അവിടെ നടന്നത് ശക്തമായൊരു ഫൈറ്റായിരുന്നു. ഒടുവിൽ രാജുവിനെ ഒരു ഏകാന്ത തടവിലേക്ക് മാറ്റുകയാണ്. ആ നടന്ന പ്രശ്നങ്ങൾ കൊണ്ട് മത്സ്യത്തൊഴിലാളികളുടെ മോചനം കുറെ പ്രശ്നത്തിൽ ചെന്നുപെട്ടിരുന്നു. അത് നടപ്പിലാകാത്ത അവസ്ഥ വന്നു. വിവരം സത്യയുടെ ചെവിയിലുമെത്തി. സത്യ മുരളിയെയും കൂട്ടി എംബസി ഓഫീസിലേക്ക് വിവരമന്വേഷിക്കാൻ പോവുകയാണ്. എംബസി ഓഫീസിലെത്തി അവർ കാത്തുനിന്നു. മിനിസ്റ്ററെ കാണാനും ശ്രമിച്ചെങ്കിലും അതിനവർക്ക് സാധിക്കുന്നുണ്ടായിരുന്നില്ല. 2 ദിവസം കഴിഞ്ഞാൽ സത്യയുടെ വിവാഹം ഉറപ്പിച്ചിരുന്നു. അങ്ങനെ വിവാഹ ദിവസമായിട്ടും വിവാഹ വസ്ത്രത്തിൽ പോലും സത്യ മിനിസ്റ്ററെ കാണുവാൻ ചെന്നു. ആരാണ് ഈ കല്യാണവേഷത്തിൽ തന്നെ കാണുവാൻ ഇങ്ങനെ നിൽക്കുന്നത് എന്ന് ചിന്തിച്ച മിനിസ്റ്റർ സത്യയെ തനിച്ചു കാണുവാൻ വിളിച്ചു. മിനിസ്റ്ററെ കാണാൻ അവസരം കിട്ടിയതും അതുവരെ നടന്ന എല്ലാ കാര്യങ്ങളും മിനിസ്റ്ററോട് സത്യ വിശദമായി തന്നെ പറയുന്നുണ്ട്. മിനിസ്റ്റർ ആ വിവരവുമായി ബന്ധപ്പെട്ട് പാകിസ്ഥാൻ ഗവൺമെന്റുമായി സംസാരിച്ചു. കോടതി അതിനോടകം തന്നെ മോചനം കൊടുത്ത തടവുപുള്ളികളാണല്ലോ അവർ. അതുകൊണ്ട് ബാക്കി കാര്യങ്ങളൊക്കെ വളരെ എളുപ്പമായിരുന്നു. വേഗത്തിൽ തന്നെ അവരെല്ലാവരും ജയിൽ മോചിതരായി ഇന്ത്യയിലേക്ക് തിരികെയെത്തുകയും ചെയ്തു. വാഗ ബോർഡർ വഴിയായിരുന്നു ഇന്ത്യയിലേക്ക് അവരെത്തുക. അവരെ സ്വീകരിക്കാൻ സത്യയും മറ്റും അവിടെ എത്തിക്കഴിഞ്ഞിരുന്നു. ഓരോരുത്തരുടെയും ഐഡന്റിറ്റി പ്രൂഫും മറ്റും ചെക്ക് ചെയ്ത് പ്രൊസീജിയേഴ്സ് ആരംഭിച്ചു. ഗേറ്റിന്റെ മറുവശം സത്യ നിൽക്കുന്നുണ്ട്. അടുത്ത ദിവസം സത്യയുടെ വിവാഹമാണ്. സത്യയുടെ സുഹൃത്ത് സത്യക്കടുത്ത് നാട്ടിലേക്ക് നീ തിരികെ പൊക്കോളൂ. നാളെ വിവാഹമല്ലേ, കുഴപ്പമില്ല, ഓക്കെയായി അവർ തിരികെ വന്നോളും എന്ന് പറഞ്ഞു. 22 മത്സ്യത്തൊഴിലാളികളിൽ 21 പേരുടെ പേപ്പർ ഭാഗങ്ങൾ ക്ലിയറായിരുന്നു. അവരെ പോവാൻ അനുവദിച്ചു. പക്ഷെ കൂട്ടത്തിൽ ലക്ഷ്മൺ എന്ന പേരുള്ള ഒരു മത്സ്യത്തൊഴിലാളിയുടെ മാത്രം പേപ്പർ ശരിയായിട്ടുണ്ടായിരുന്നില്ല. ലക്ഷ്മണ വിടാതെ അവർ തടഞ്ഞുവെച്ചു. രാജു അത് കണ്ടു. ലക്ഷ്മണമില്ലാതെ തങ്ങൾ പോകുന്നില്ല എന്ന് പറഞ്ഞ് രാജു അവിടെ സമരം ആരംഭിക്കുകയാണ്. വാ നമുക്ക് പോകാം, ബാക്കി കാര്യങ്ങളുമായി വന്ന് അവനെ മോചിപ്പിക്കാം എന്നൊക്കെ ചിത്ത പറഞ്ഞെങ്കിലും രാജു അത് കേൾക്കുന്നുണ്ടായിരുന്നില്ല. ചിത്ത ഇതേ സമയം തന്റെ കയ്യിൽ കിട്ടിയിരുന്ന സത്യയുടെ വിവാഹ പത്രിക കാണിച്ചു. ഞെട്ടലോടെയായിരുന്നു രാജു അത് കണ്ടത്. അവന്റെ കണ്ണുകൾ നിറഞ്ഞു പോകുന്നുണ്ട്. നാളെ നിന്റെ പെണ്ണിന്റെ കല്യാണമാണ്. നിനക്ക് അങ്ങോട്ടെത്തണോ അതോ ഇവിടെ നിൽക്കണോ? ചിത്ത ചോദിച്ചു. രാജു എഴുന്നേറ്റ് ഒന്ന് മുഖം കഴുകി. ശേഷം ഉറച്ച തീരുമാനത്തോടെ പറഞ്ഞു, ഞാൻ തണ്ടേലാണ്. എന്റെ കൂടെ വന്നത് 22 പേരാണ്. ആ 22 പേരുമായിട്ട് ഞാൻ നാട്ടിലേക്ക് തിരികെ പോവൂ. രാജു വീണ്ടും അവിടെ സമരമെന്ന പോലെ ഇരിക്കാൻ തുടങ്ങി. ജയിലർ രാജുവിന്റെ അടുത്ത് വന്ന് സംസാരിച്ചു. രാജുവിനെ പറ്റി അതിനോടകം ഒക്കെ മനസ്സിലാക്കിയിരുന്ന ജയിലർ രാജുവിന്റെ പ്രവൃത്തിയിൽ അഭിമാനം കൊണ്ടിരുന്നു. ഒരു നേതാവെന്നാൽ ലീഡർ എന്നാൽ ഇങ്ങനെ തന്നെ ആവണം എന്നൊക്കെ ജയിലർ പറയുന്നുമുണ്ട്. രാജു ലക്ഷ്മന്റെ ഒപ്പം അവിടെ തന്നെ തുടർന്നു. ജയിലർ ഇന്ത്യൻ എംബസിക്ക് ലക്ഷ്മന്റെ ഡോക്യുമെന്റ്സ് വെരിഫിക്കേഷന് വേണ്ടി അയക്കാനും കാര്യങ്ങൾ വേഗത്തിലാക്കാനും റിക്വസ്റ്റ് ചെയ്തു. വൈകാതെ അതിന്റെ പ്രൊസീഡിംഗ്സും തുടങ്ങി. 12 മണിക്കുള്ളിൽ ഒക്കെ ചെയ്തു തീർക്കണം. 12 മണി കഴിഞ്ഞാൽ പിന്നെയൊന്നും നടക്കില്ല. സമയമാവുന്നതിന്റെ അവസാന നിമിഷത്തിന്റെ തൊട്ടുമുമ്പ് ഗവൺമെന്റിൽ നിന്നും പാകിസ്ഥാൻ ഗവൺമെന്റിന് ഒരു ഫാക്സ് വരികയാണ്. ഡോക്യുമെന്റ്സ് ഒക്കെ കിട്ടിക്കഴിഞ്ഞപ്പോഴേക്കും സമയം
സമയം 12 പിന്നിട്ടിരുന്നു. ഇനി എന്തു ചെയ്യും സാർ? അവിടുത്തെ ഒരു ഓഫീസർ ജയിലറിനോട് ചോദിച്ചു. ഒരു പ്രശ്നവുമില്ല, ക്ലോക്ക് എടുത്ത് 1 മിനിറ്റ് പിന്നിലേക്ക് തിരികെ, ഒക്കെ ശരിയാകും എന്നായിരുന്നു ജയിലറുടെ മറുപടി. അങ്ങനെ ലക്ഷ്മണയെയും രാജുവിനെയും ഒന്നിച്ച് അവിടെ നിന്ന് മോചിപ്പിച്ചു. തന്റെ കൂടെ വന്ന 22 പേരുമായും രാജു അങ്ങനെ ഇന്ത്യയിലേക്ക് കടന്നു. വിവാഹത്തിനായി തിരികെ പോന്നിരുന്ന സത്യയും ഫിയാൻസി മുരളിയും മറ്റും നാട്ടിലേക്ക് വന്നിറങ്ങി. വന്നപാടെ അവൾ നോക്കിയത് ലൈറ്റ് ഹൗസിന് മുകളിലേക്കായിരുന്നു. രാജു കെട്ടിയ കൊടി എവിടെയുണ്ടോ, രാജു തിരികെ എത്തിയോ എന്നറിയാനായിരുന്നു അത്. അവൾ നോക്കുമ്പോ ദൂരെ കൊടി കാണുന്നില്ല. തങ്ങളെക്കാൾ മുമ്പ് രാജു എത്തിയോ എന്നൊരു അതിശയം അവൾക്ക് തോന്നി. മുരളി അവൾക്കടുത്തെത്തി ചോദിച്ചു, എന്താ രാജു തിരികെ വന്നോ? കൊടി കാണുന്നില്ലല്ലോ എന്നാണോ നോക്കുന്നത്? അതിശയത്തോടെ സത്യ മുരളിയെ നോക്കുന്നുണ്ട്. ആ സമയമാണ് ചില കാര്യങ്ങൾ വ്യക്തമാകുന്നത്. സത്യയ്ക്കൊപ്പം രാജുവിന്റെ എല്ലാ കാര്യങ്ങളും ശരിയാക്കാനും അവരെ മോചിപ്പിക്കാനുള്ള കാര്യങ്ങൾ ചെയ്യാനും മുരളി യാത്ര ചെയ്തിരുന്നല്ലോ. ആ ഒരു സമയത്ത് സത്യ എത്രത്തോളം രാജുവിനെ സ്നേഹിക്കുന്നുണ്ട് എന്നയാൾ തിരിച്ചറിഞ്ഞിരുന്നു. അതോടെ മുരളി ആ വിവാഹത്തിൽ നിന്ന് മാറാൻ തീരുമാനിച്ചിരുന്നു. അന്നവിടെ വിവാഹത്തിനായി എല്ലാ ഒരുക്കങ്ങളും നടന്നിട്ടുണ്ട്. പക്ഷെ അവിടെ നടക്കാൻ പോകുന്നത് രാജുവിന്റെയും സത്യയുടെയും വിവാഹമാണ്. മുരളിയിൽ നിന്ന് അതറിഞ്ഞതും സത്യയ്ക്ക് യാഥാർത്ഥ്യത്തിൽ ഒരു ഷോക്ക് തന്നെ ഉണ്ടാകുന്നുണ്ട്. സത്യയ്ക്ക് മുമ്പേ തന്നെ രാജുവിനെ നാട്ടിലെത്തിക്കുവാൻ ഫ്ലൈറ്റിലാണ് അവനെ കയറ്റിവിട്ടത് എന്ന് മുരളി വ്യക്തമാക്കി. മുരളി എന്ന മനുഷ്യന്റെ നല്ല മനസ്സ് സത്യാനിമിഷം നോക്കിക്കാണുന്നുണ്ട്. ഏയ്, ഞാനങ്ങനെ വലിയ ആളൊന്നുമല്ല. ഇനി എന്നെങ്കിലും എനിക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്ന് തോന്നിയാ ഞാൻ ആ ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്ത് കൊടുത്തല്ലോ, അതിന്റെ പൈസ മാത്രം തിരിച്ചു തന്നാ മതി. മുരളി ചെറിയോടെ പറഞ്ഞു. സത്യയ്ക്ക് അത്രമേൽ സന്തോഷം തോന്നുന്നുണ്ടായിരുന്നു. സത്യ പിന്നാലെ അവിടെ നിന്ന് നേരെ ലൈറ്റ് ഹൗസ് ലക്ഷ്യമാക്കി ഓടി. രാജു അതിനോടകം സത്യയെ കാത്തുകൊണ്ട് അവിടെ തന്നെ ഉണ്ടായിരുന്നു. സത്യ രാജുവിനെ നോക്കിക്കണ്ടു. ഏറെ ഇമോഷണലായ ഒരു രംഗമായിരുന്നു അത്. അവരിരുവരും ഒന്നിക്കുന്നു എന്ന സൂചനയോടെ ചലച്ചിത്രം അവസാനിക്കുകയാണ്. തെലുങ്കിൽ വളരെ വലിയ വിജയമായി മാറിയ ഈ ചലച്ചിത്രം നിങ്ങൾക്കിഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റുകളിൽ രേഖപ്പെടുത്തുക. കഴിയുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുത്തും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു മികച്ച ചലച്ചിത്രവുമായി നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ ബൈ.